നീ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ എന്ന് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ജഗദീഷ് ശ്രീകുമാറിനെ നോക്കി മോഹൻലാൽ പറയുന്ന ഡയലോഗാണ് ഷഹി സിന്ദ എന്ന ഈ പുരാതനമായ സെമിത്തേരിയുടെ നിർദ്ദേശഫലകത്തിലെ 8ാമത്തെ വാക്യം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. പ്രശസ്തരും അപ്രശസ്തരുമായ ആയിരക്കണക്കിന് ആൾക്കാരെ സംസ്കരിച്ച ഈ ഒരു ശവക്കല്ലറയുടെ സമുച്ചയത്തിൽ നിന്നും ഇമോഷണൽ ആവാതെ എങ്ങനെ പുറത്തു വരാൻ സാധിക്കും? ഞാൻ ഇതും മനസ്സിലാലോചിച്ച് കൗതുകത്തോടെ ആ സമുച്ചയത്തിൻ്റെ കവാടം ലക്ഷ്യമാക്കി നടന്നു. 15,000 ഉസ്ബെക് സോം, അതായത് ഏകദേശം 4.5 ദിർഹം. ആ ടിക്കറ്റും എടുത്ത് ഞങ്ങൾ പ്രധാന കവാടം കടന്ന് ഷഹി സിന്ദയുടെ ഉള്ളിലെത്തി. ആദ്യം തന്നെ മുന്നിൽ കാണുന്നത് പുരാതനവും എന്നാൽ അതിമനോഹരവുമായ കുറേ കൽപ്പടവുകളാണ്. ഈ കുന്നിൻ്റെ മുകളിലാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെയും. നമ്മളിതൊക്കെ എത്ര കണ്ടതാണെന്ന മട്ടിൽ മഹിലിയോയുടെ അച്ഛൻ പടവുകൾ കയറി മുന്നിൽ നടന്നു. പിന്നാലെ ഒരു ജാഥയായി മഹിലിയോയും ഞങ്ങളും. ഇതിലെ ഓരോ പടികളിലും കാലെടുത്ത് വെച്ച് മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോകുന്ന പോലെ ഒരു തോന്നൽ. പടവുകളുടെ ഒരു വശത്തായി 2 മിനാരങ്ങളോടുകൂടിയ ഒരു നിർമ്മിതി, ഡബിൾ ഡോം മുസോളിയം എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ മറുവശത്ത് കുന്നിൻ്റെ ചെരുവിലായി അനേകം ശവക്കല്ലറകൾ. മുസോളിയങ്ങളുടെ അകത്ത് കിടക്കാൻ മാത്രം പ്രഗത്ഭരായിരിക്കില്ല ഇവരൊക്കെയെന്ന് ഞാൻ മനസ്സിലോർത്തു. വെയിലും മഴയും തണുപ്പുമൊക്കെ കൊണ്ട് പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ ശാന്തരായി വിശ്രമിക്കുന്നവർ. ഞങ്ങൾ നടന്ന് കുന്നിൻ്റെ മുകളിലെത്തി. കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഷഹി സിന്ദ എന്നാൽ പേർഷ്യൻ ഭാഷയിൽ ദി ലിവിങ് കിങ് എന്നാണ് അർത്ഥം. 7-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ അനേകം പ്രമുഖരെ മറവ് ചെയ്ത മുസോളിയങ്ങളുടെ ഒരു കോംപ്ലക്സാണിത്. ഇരുവശങ്ങളിലും ഗംഭീരമായ മുസോളിയങ്ങളോടുകൂടിയ ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. എല്ലാം വളരെ ഭംഗിയായി സംരക്ഷിച്ചു പോരുന്നു. ആധുനികതയുടേതായ യാതൊരുവിധ ഏച്ചുകെട്ടലും അനുഭവപ്പെടാത്ത രീതിയിൽ പുരാതനമായ നിർമ്മിതികളൊക്കെ അതേപടി നിലനിർത്തിയിരിക്കുന്നു. ഗംഭീരമായ കവാടങ്ങളോടുകൂടിയ മുസോളിയങ്ങൾ. ചിത്രപ്പണികൾ കൊണ്ട് തിങ്ങി നിറഞ്ഞതാണ് ഓരോ മുസോളിയങ്ങളുടെയും മുക്കും മൂലയും. 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം പ്രചാരണത്തിൻ്റെ ഭാഗമായി സമർഖണ്ഡിൽ എത്തിച്ചേർന്ന മുഹമ്മദ് നബിയുടെ കസിനായ ഖുത്തം ഇബിൻ അബ്ബാസ് ഇവിടെ വെച്ച് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ അടക്കം ചെയ്തത് ഈ പ്രദേശത്തായിരുന്നു. കാലക്രമേണ ഇതൊരു മുസോളിയങ്ങളുടെ കോംപ്ലക്സായി രൂപപ്പെട്ടു. മക്കയിൽ പോയി ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് ഇവിടം സന്ദർശിച്ചാൽ അത് ഹജ്ജിന് സമാനമാണെന്നൊരു വിശ്വാസവും ഉണ്ടായിരുന്നു. ഖുത്തം ഇബിൻ അബ്ബാസ് ഇവിടെ വെച്ച് മരണപ്പെട്ടതാണ് ഈ വിശ്വാസത്തിൻ്റെ പിന്നിലുള്ള കാരണം. ഇതിനുള്ളിൽ നിരവധി കടകളുമുണ്ട്. സുവനീറുകളും സ്കാർഫുകളും കുപ്പായങ്ങളും കരകൗശല വസ്തുക്കളുമൊക്കെ വിൽക്കുന്ന ചെറുതും വലുതുമായ അനേകം കടകൾ. കഥകളും ചരിത്രങ്ങളുമൊക്കെ പറഞ്ഞു തരാൻ അച്ഛനുള്ളതുകൊണ്ട് മഹിലിയോ പതിവിലും ഉന്മേഷവതിയായി കാണപ്പെട്ടു. ശൈത്യകാലമായതിനാൽ തണുപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ കൈകളൊക്കെ ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ തിരികെയാണ് എല്ലാവരുടെയും നടത്തം. കല്ലുപാകിയ മനോഹരവും വൃത്തിയുള്ളതുമായ പാത. ഇരുവശങ്ങളിലും ഗംഭീരമായ മുസോളിയങ്ങൾ. ഇവയൊക്കെ ഒരേ ശൈലിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിന് കൊടുത്തിരിക്കുന്ന നിറവും ഏകദേശം ഒരേപോലെ തന്നെയാണ്. തിമൂർ ചക്രവർത്തിയുടെ കുടുംബാംഗങ്ങളാണ് ഏറെയും ഇവിടെ സംസ്കരിക്കപ്പെട്ടിട്ടുള്ളത്. കുടുംബത്തിലെ സ്ത്രീകളെ സംസ്കരിക്കാൻ മാത്രം ഒരു പ്രത്യേക സ്ഥലവും ഇതിൻ്റെ ഒരു ഭാഗത്തുണ്ട്. ഇത്രയൊക്കെ ചരിത്രമുള്ള യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഈ പ്രദേശം എന്നാൽ ഈ ആധുനിക കാലത്ത് മറ്റൊരു തരത്തിലും പ്രസിദ്ധമാണ്. ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ഒരു രാജാവാണ് ഷഹി സിന്ദ. ഇവിടെ നിന്ന് പകർത്തിയ ചിത്രങ്ങളും റീലുകളും പശ്ചാത്തലത്തിൻ്റെ മനോഹാരിത കൊണ്ടും വർണ്ണ വൈവിധ്യം കൊണ്ടും ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാരണം കൊണ്ട് തന്നെ റീലുകൾ എടുക്കാൻ മാത്രമായി ഇവിടേക്ക് വരുന്ന അനേകം സഞ്ചാരികളുണ്ട്. ഷഹി സിന്ദയുടെ കാഴ്ചകൾ ഏകദേശമൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരികെ നടക്കാൻ തീരുമാനിച്ചു. നടന്ന് കവാടത്തിൻ്റെ മുന്നിലെത്തിയപ്പോഴാണ് ഒരു അത്ഭുതം സംഭവിച്ചത്. കുറേ ഉസ്ബെക് പൗരന്മാർ ഓടി വന്ന് ഞങ്ങളുടെ ചുറ്റും കൂടി. അവർ ഞങ്ങളെ നടുവിൽ നിർത്തി ചിത്രങ്ങൾ പകർത്തുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നോർത്ത് സ്തബ്ധനായി ഞാൻ നിൽക്കുമ്പോഴേക്കും വീണ്ടും ആൾക്കാർ മാറി മാറി വന്ന് ഞങ്ങളെ പിടിച്ചു നിർത്തി ഒപ്പം നിന്ന് ഒരു സെലിബ്രിറ്റി എന്ന പോലെ ചിത്രങ്ങൾ പകർത്തുന്നു. ആ സംഭവത്തിൻ്റെ വീഡിയോ മഹിലിയോയുടെ അച്ഛൻ എൻ്റെ ക്യാമറയിലും പകർത്തി. ലോകത്ത് ഒരു ക്യാമറമാനും സഞ്ചരിക്കാത്ത വഴികളിലൂടെയും ആംഗിളുകളിലൂടെയും ഒക്കെ സഞ്ചരിച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ചിത്രീകരിച്ച് അദ്ദേഹം തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചു. അദ്ദേഹം എടുത്ത വീഡിയോയുടെ പ്രത്യേകത കണ്ട് എനിക്ക് തലകറക്കം വരെ അനുഭവപ്പെട്ടു. ഇത്രയധികം ആൾക്കാർ എന്തുകൊണ്ട് ഞങ്ങളുടെ ചുറ്റും കൂടിയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല.
ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രാമധ്യയാണ് അവർ വന്ന് ഫോട്ടോ എടുത്തതിൻ്റെ ഗുട്ടൻസ് മഹിലിയയുടെ അച്ഛൻ വിവരിച്ചത്. ഷഹീസിന്ദയുടെ കവാടത്തിൽ വെച്ച് കണ്ട ഒരു പരിചയക്കാരനോട് ഞങ്ങൾ അമിതാഭ് ബച്ചൻ്റെയും ഷാരൂഖ് ഖാൻ്റെയും നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതുകൊണ്ടാണത്രേ അവർ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. ഇന്ത്യക്കാരെ ഹിന്ദുസ്ഥാനികൾ എന്ന് വിളിക്കുന്ന ഈ നാട്ടുകാർ അമിതാഭ് ബച്ചൻ്റെയും ഷാരൂഖ് ഖാൻ്റെയും ഒക്കെ കടുത്ത ആരാധകരാണെന്ന് മഹിലിയയുടെ അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഏതായാലും നനച്ചിരിക്കാതെ കിട്ടിയ ഒരു ആദരവിൻ്റെ കാരണമോർത്ത് ധൃതംഗപുളകിതരായി ഞങ്ങൾ യാത്ര തുടർന്നു. അനാറിൻ്റെ ജ്യൂസ് ഉപയോഗിച്ച് യുദ്ധത്തിൽ മരണപ്പെടുന്ന പട്ടാളക്കാരുടെ എണ്ണം തിട്ടപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ടെക്നിക്കുണ്ട്. അതെ, ഞങ്ങൾ അടുത്തതായി പോകുന്ന സ്ഥലത്താണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ സംവിധാനത്തിൻ്റെ ശേഷിപ്പുകളുള്ളത്. അവിടെ വെച്ചാണ് ആ $1 മില്യൺ ടെക്നിക് മഹിലിയയുടെ അച്ഛൻ ഞങ്ങൾക്ക് വിവരിച്ചു തന്നതും.